ദൃശ്യം 3 ഞങ്ങളിൽ ഒരുപറ്റം ആൾക്കാർ ബഹിഷ്കരിക്കും. മെയ് 21 ദൃശ്യം 3 ഇറങ്ങുവാണ്. ദൃശ്യം 3 ഞങ്ങളിൽ ഒരുപറ്റം ആൾക്കാർ ബഹിഷ്കരിക്കും എന്നാണ് നമ്മുടെ തെലുങ്കിലെ കുറച്ച് പ്രേക്ഷകർ പറഞ്ഞേക്കുന്നത്. ആ പറഞ്ഞേക്കുന്നതിന്റെ ഒരു റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, തെലുങ്കില് അഭിനയിച്ചിരിക്കുന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ വെങ്കടേഷ് ആണ്. 1ഉം 2ഉം ഒക്കെ വെങ്കടേഷ് അഭിനയിച്ചപ്പോൾ മൂന്നാമത്തേന് വെങ്കടേഷ് പിന്മാറി ചില സാങ്കേതിക കാരണങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ വെങ്കടേഷിനെ അല്ലാതെ വേറെ ആൾക്ക് ഞങ്ങൾക്ക് കാണാൻ വയ്യ എന്നുള്ളൊരു സംഭവത്തിൽ അവർ കുറച്ച് ക്യാമ്പയിൻ ചെറിയ ഹാഷ്ടാഗ് ഒക്കെ വെച്ച് ആ പടം നമ്മൾ ബഹിഷ്കരിക്കും എന്ന് ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മുടെ മലയാളി പ്രേക്ഷകർ നമ്മൾ 1ഉം 2ഉം കണ്ട് നമ്മളിപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് 1 അടിപൊളി പടമാണ്, എങ്കിലും അതിനെക്കാട്ടി കുറച്ചുകൂടെ മോളി നിൽക്കുന്നതാണ് 2. അപ്പൊ അന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ പടവും പിടിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫാൻസ് ബേസ് വെച്ചിട്ട് ഒരിക്കലും ഒരു പടം അളക്കരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം വിലയിരുത്തുക. ഈ അഭിപ്രായം വിലയിരുത്തുമ്പോൾ നിങ്ങൾ തിയേറ്ററിനകത്ത് കണ്ട് നമ്മൾ അഭിപ്രായം വിലയിരുത്തിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആരും ഈ പടം വന്ന് കാണരുത്, എൻ്റെ ചുമ്മാ പൈസ പോയി എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് പേഴ്സണലി ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട് എന്നും പറഞ്ഞ് നിങ്ങളാരും തിയേറ്ററിൽ വന്ന് പടമൊക്കെ കണ്ട് എൻ്റെ പൈസ പോയി, എൻ്റെ സമയം പോയി എന്നൊക്കെ പറയാം. പ്രേക്ഷകരാണ് എല്ലാ പടവും വിജയിപ്പിക്കുന്നത്. ഇപ്പം ഞാനും ഒരു പ്രേക്ഷകനാണ്. ഞാനിപ്പോൾ ഒരു പടത്തിനെ കുറിച്ച് ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല. എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്നേ ഞാൻ പറയാറുള്ളൂ. പിന്നെ അതേപോലെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ റിവ്യൂ പറയുന്ന അണ്ണന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം തയ്യാറാക്കി ദൃശ്യം 3യുടെ എന്തൊക്കെ ഇടണമെന്നുള്ള എല്ലാം തയ്യാറാക്കി സെറ്റാക്കി വെച്ചേപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നിരുന്ന് കുറ്റം പറഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഓടുകയുള്ളൂ എന്നത്. പിന്നെ മറ്റേ ഇദ്ദേഹത്തിനെ ഒന്ന് സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ റിവ്യൂ കേട്ടിട്ട് മാത്രം പടം കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാണണ്ട. 1ഉം 2ഉം നിങ്ങൾക്ക് OTT കാണാൻ പറ്റും. കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഫാൻസ് ബേസിൽ ഒരിക്കലും ഈ പടം കൊള്ളത്തില്ലെന്നാരും പറയരുത്. നിഷ്പക്ഷമായിട്ട് ഫാൻസ് ബേസിൽ ഇപ്പോൾ എത്ര നല്ല പടമാണെങ്കിലും ഫാൻസ് അത് വേണ്ട. നല്ല പടത്തിന് നല്ലതായിട്ട് പറയാം, പിന്നെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയാം. ആരും വരരുത്, അങ്ങനത്തെ ടോക്ക് വേണ്ട. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പിന്നെ നല്ല പടം എന്ന് പറയുന്ന പടങ്ങൾ പിന്നെ പന്നപ്പടമായിരിക്കും. പന്നപ്പടം എന്ന് പറയുമ്പോൾ നല്ലത് റിവ്യൂവും പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് വല്ലതും ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പിന്നെ എത്ര പന്നപ്പടമാണെങ്കിൽ നല്ലതെന്ന് പറയും. അതിന് മാത്രമല്ല, ഇപ്പോൾ ദൃശ്യം 3 എന്തായാലും നമുക്ക് നല്ല പടം തന്നെ ആയിരിക്കും. കാര്യം 1ഉം 2ഉം എടുത്തു വെച്ചാൽ ഒരിക്കലും താഴെ ആവത്തില്ല, മുകളിൽ തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏത് ലാംഗ്വേജ് എടുത്തു വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ പെർഫോം ചെയ്തതിൻ്റെ ഒരടി മുകളിൽ ആർക്കും ഇന്നുവരെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാനും പറ്റത്തില്ല. അതിനൊരു നമുക്ക് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് മെയ് 21. അപ്പോൾ നമ്മളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണും. ഓക്കെ, ബൈ. ആരും റിവ്യൂ കേട്ടിട്ട് നമ്മൾ കാണാൻ നിൽക്കത്തില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കാണും. 1ഉം 2ഉം ഇഷ്ടപ്പെട്ട ആൾക്കാർ 3നെ നമ്മൾ ആരും റിവ്യൂ കേൾക്കാൻ നമ്മൾ നേരെ പോയി കാണും, കണ്ടിരിക്കും. അത്രേ ഉള്ളൂ അവിടുത്തെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.